യു എയിൽ വിസിറ്റ് വിസ വരുന്നത് ബേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂയാണ്. അതായത് കാലാവധി തീർന്നിട്ടും യു എയിൽ നിന്ന് എക്സിറ്റ് ആകാത്തതുകൊണ്ട് പല ട്രാവൽ ഏജൻസികളും അവരുടെ പേരിൽ അബ്സ്കോണ്ടിങ് കേസുകൾ ഫയൽ ചെയ്യും. അത് പലർക്കും അറിയില്ല കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈലാണെങ്കിൽ മൊബൈലിൽ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞങ്ങളുടെ ഗൂഗിൾ ക്രോമാണ്. അവിടെ ICP സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. എന്നാൽ ICPയുടെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ ഓപ്ഷൻ 3 ഡോട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ നേരെ പോയി കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ടോപ്പിൽ 3 ബാറുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻ താഴെയായിട്ട് വരും. ഫയൽസ് ആൻഡ് ലീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിപ്പുണ്ടോ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരും. അതിൽ മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻസ് കണ്ടോ. അതിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് സർവീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പറും യൂണിഫൈഡ് നമ്പറും ഒക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഈ ഫീൽഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്ചർ ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ റെഡ് സ്ക്രീനാണ് വരുന്നത്. ഞാൻ ഡേറ്റ ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെ തന്നെ റെഡ് സ്ക്രീനിൽ എന്തെങ്കിലും മെസ്സേജ് വന്നെങ്കിൽ നിങ്ങളുടെ പേരിൽ അബ്സ്കോണ്ടിങ് കേസ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ സ്ക്രീനിൽ വരുന്നത് അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ അബ്സ്കോണ്ടിങ് കേസുകളൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ